സോ ഇവിടെ ഞാൻ ഗൂഗിൾ കീവേഡ് പ്ലാനർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗൂഗിൾ കീവേഡ് പ്ലാനർ എടുക്കാൻ വേണ്ടിയിട്ട് ടൂൾസിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കീവേഡ് പ്ലാനർ എന്ന് പറയുന്ന ആ ഒരു ടൂൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. സോ അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിസ്കവർ ന്യൂ കീവേഡ്സ് അതുപോലെ തന്നെ ഗെറ്റ് സെർച്ച് വോളിയം ആൻഡ് ഫോർകാസ്റ്റ് എന്ന് പറയുന്ന 2 ഓപ്ഷൻ കാണാൻ പറ്റും. പുതിയ കീവേഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിസ്കവർ ന്യൂ കീവേഡ്സും അതുപോലെ ഗെറ്റ് സെർച്ച് വോളിയം, അതായത് കയ്യിൽ ഒരു ലിസ്റ്റ് ഓഫ് കീവേഡ്സ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെർച്ച് വോളിയം, മന്ത്ലി സെർച്ച് വോളിയം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ പുതിയ കീവേഡ്സ് കണ്ടുപിടിക്കാനായിട്ട് ഡിസ്കവർ ന്യൂ കീവേഡ്സ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർട്ട് വിത്ത് കീവേഡ്സ് അതുപോലെ തന്നെ സ്റ്റാർട്ട് വിത്ത് വെബ്സൈറ്റ്, ഇങ്ങനെ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ഇവിടെ ഏതെങ്കിലും ഒരു കീവേഡ് കൊടുത്തു കഴിയുമ്പോൾ ആ കീവേഡ്സിൻ്റെ സെർച്ച് വോളിയം അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കീവേഡ്സും അവിടെ നമുക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ സ്റ്റാർട്ട് വിത്ത് വെബ്സൈറ്റ് എന്ന് അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ URL കൊടുത്തു കഴിയുമ്പോൾ ആ URL യൂസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിൻ്റെ എല്ലാ കീവേഡ്സും അതിൻ്റെ അവിടെ നമുക്ക് ഷോ ചെയ്ത് കാണിച്ചു തരും. സോ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ നോക്കാം. അതായത് നമ്മളിവിടെ സെർച്ച് ചെയ്തിരിക്കുന്ന കീവേഡ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഇൻ കേരള എന്നുള്ളതായിരുന്നു. അത് കോപ്പി ചെയ്യുന്നു. അത് കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കീവേഡ് ഇവിടെ ആഡ് ചെയ്തു. കീവേഡ് പ്ലാനർ എന്ന് പറയുന്ന ടൂൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു കീവേഡ് ഇവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. കീവേഡ് ഒരെണ്ണമല്ല, ഇനി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഇൻ കേരള എന്ന് പറയുന്ന ആ ഒരു കീവേഡ് ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇനി ഈ ഒരു കീവേഡ്സിൻ്റെ ആവറേജ് മന്ത്ലി സെർച്ചും അതുപോലെ തന്നെ അതിൻ്റെ SEO ഡിഫിക്കൽട്ടി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ നമ്മൾ ലൊക്കേഷൻ, അതായത് ഏത് ലൊക്കേഷനിൽ വന്നിരിക്കുന്ന സെർച്ചാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതെങ്കിൽ നമ്മളിവിടെ ഇന്ത്യ എന്ന് പറയുന്നതിലാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. എനിക്ക് ഇന്ത്യ വേണ്ട, എനിക്ക് കേരള എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലെ ഒരു ലൊക്കേഷനിൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇവിടെ കേരള എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ സേവ് കൊടുക്കുക. സേവ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയൊരു ബ്രോഡായിട്ട് വരുന്ന ആ ഒരു റിസൾട്ടല്ല, നമ്മൾ കേരള എന്ന് പറയുന്ന ആ റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. അത് കൊടുത്തതിന് ശേഷം ഇവിടെ ഗെറ്റ് റിസൾട്ട് കൊടുത്തു കഴിയുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു റിസൾട്ട് കംപ്ലീറ്റ് കാണാൻ സാധിക്കും. സോ സ്ക്രോൾ ചെയ്ത് നോക്കുക. താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഇൻ കേരള എന്ന് പറയുന്നതിൻ്റെ അവിടെ ആവറേജ് മന്ത്ലി സെർച്ചും അതുപോലെ തന്നെ അതിൻ്റെ SEO ഡിഫിക്കൽട്ടി നമുക്ക് ഇങ്ങോട്ട് കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ കോമ്പറ്റീഷൻ ഇവിടെ നമുക്ക് ലോ എന്ന് കാണാൻ സാധിക്കും. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഇൻ കേരള എന്ന് പറയുന്നവരുടെ സെർച്ച് ചെയ്യുന്നവരുടെ എണ്ണം 100 to 1K ആണ്. അതിൻ്റെ ഇടയിലാണ് ആവറേജ് മന്ത്ലി സെർച്ച് എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് നോക്കി കഴിയുമ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കോളത്തിൽ അവിടെ നമുക്ക് ലോ എന്ന് കാണാൻ സാധിക്കും. കോമ്പറ്റീഷൻ അവിടെ വന്നിരിക്കുന്നത് ലോ ആണ്. സോ ഈ ഒരു കീവേഡിൻ്റെ ആവറേജ് മന്ത്ലി സെർച്ചും അതുപോലെ തന്നെ കോമ്പറ്റീഷനെ നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഇത് താഴേക്ക് വന്നുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് അല്ലെങ്കിൽ കീവേഡ്സ് ഐഡിയാസ് നമുക്ക് ഇവിടെ നിന്ന് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കൊച്ചി എന്ന് പറയുന്നത് 1K തൊട്ട് 10K വരെയാണ് ഇതിൻ്റെ ഒരു ആവറേജ് മന്ത്ലി സെർച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ലോ ആണ്, അതായത് ലോ കോമ്പറ്റീഷനാണ് ഇവിടെ വന്നേക്കുന്നത്. തൊട്ട് താഴെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ തൃശ്ശൂർ, അതുപോലുള്ള ഒരുപാട് കീവേഡ്സുകൾ നമുക്ക് ഇവിടുന്ന് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. സോ ഇതിൻ്റെ എല്ലാം സെർച്ച് ആവറേജ് മന്ത്ലി സെർച്ച് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 100 to 1Kയും ആ ഒരു റേഞ്ചിലാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഫീസ് ഇൻ കേരള എന്ന് പറയുന്ന ഒരു കീവേഡിന് മാത്രമാണ് കോമ്പറ്റീഷൻ മീഡിയം, അതായത് കോമ്പറ്റീഷൻ കുറച്ചുകൂടെ കൂടുതലാണ് ആ ഒരു കീവേഡ്സിൽ നിന്ന് കാണാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ കീവേഡുകൾ ഫൈൻഡ് ചെയ്യുന്നത്. അത് ഏത് ലൊക്കേഷനാണെന്ന് കൊടുത്തതിന് ശേഷം ഇനി ഇവിടെ നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേന് ഒക്ടോബർ 2022 സെപ്റ്റംബർ 2023 വരെയുള്ള കീവേഡും അതിൻ്റെ മന്ത്ലി സെർച്ചും അതിൻ്റെ കോമ്പറ്റീഷനുമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇത് ഇവിടെ നമുക്ക് ഡേറ്റിന് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അതായത് ജസ്റ്റ് 1 month മാത്രം മതിയോ, അല്ലെങ്കിൽ ലാസ്റ്റ് 12 month, ലാസ്റ്റ് 24 month, അല്ലെങ്കിൽ കസ്റ്റം ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. നമ്മളെപ്പോഴും ഒരു 1 yearലുള്ള കീവേഡിൻ്റെ കോമ്പറ്റീഷനാണ് നമ്മളെപ്പോഴും എടുത്ത് നോക്കാറുള്ളത്. അത് വെച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യാറുള്ളത്. സോ ഇങ്ങനെ നമുക്ക് ഓരോ കീവേഡും നമുക്ക് ഇവിടുന്ന് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഇത് ഒന്നുകിൽ കോപ്പി ചെയ്ത് ഏതെങ്കിലും ഒരു എക്സൽ ഫയലിലോട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിലോട്ട് ആഡ് ചെയ്ത് വെക്കുക. അതായത് കീവേഡുകൾ കംപ്ലീറ്റ് കളക്ട് ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഗൂഗിൾ ഷീറ്റിലോട്ടോ അല്ലെങ്കിൽ CSV ഫയലായിട്ടോ ഈ ഒരു ബൾക്ക് ഓഫ് കീവേഡ്സ് നമുക്ക് ഒന്നെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഗൂഗിൾ ഷീറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കീവേഡ് സ്റ്റാറ്റ്സ് എന്ന് പറയുന്നതിന് അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് നെയിം മാറ്റി കൊടുക്കുവാണ്.
അവിടെ ഞാൻ കീവേഡ് സ്റ്റാറ്റ്സിൻ്റെ അവിടെ ഇനി ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്ന ഒരു നെയിമിലാണ് ഞാനിത് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഫയൽ നെയിം ഇട്ടിരിക്കുന്നതാണ്. എന്നിട്ട് അത് ഡൗൺലോഡ് കൊടുത്തു കഴിയുമ്പോൾ ഇനി ഒരു കീവേഡ്സ് എല്ലാം ആ ഒരു ഡ്രൈവിലേക്ക് അത് കംപ്ലീറ്റ് സേവ് ആയിക്കോളും. സോ ഇങ്ങനെ നമുക്ക് ഒന്നെങ്കിൽ ഒരു CSV ഫയൽ ഡൗൺലോഡ് ചെയ്ത് എക്സൽ ഫയലോട്ട് നമുക്ക് ഒന്നെങ്കിൽ മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈവിലേക്ക് നമുക്കിത് അവിടെ നിന്ന് തന്നെ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഡ്രൈവിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ കീവേഡ്സ് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. ഇവിടെയാണതേ. ഓക്കെ, കീവേഡ്സ് സ്റ്റാറ്റ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഫസ്റ്റിൽ തന്നെ കാണാൻ സാധിക്കും. സോ ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളെടുത്തിരിക്കുന്ന കീവേഡ്സ് നമുക്കിവിടെ കാണാം. സോ ഇതാണ് നമ്മുടെ കീവേഡ്സും അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് കംപ്ലീറ്റ് നമുക്ക് ഇങ്ങോട്ട് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കറൻസി, ആവറേജ് മന്ത്ലി സെർച്ച്, കോമ്പറ്റീഷൻ, ടോപ്പ് പേജ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ കീവേഡ് ഫൈൻഡ് ചെയ്യുന്നതും അത് എക്സൽ ഫയലിലോട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിലോട്ടൊക്കെ മാറ്റുന്നതും ഈ ഒരു വേയിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് കീവേഡുകൾ ഫൈൻഡ് ചെയ്യുന്ന ഒരു വേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വെബ്സൈറ്റിൻ്റെ ആ ഒരു URL കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് കീവേഡ് ഫൈൻഡ് ചെയ്യുന്ന ആ ഒരു രീതിയിലായിരുന്നു. ഇനി വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാം. അതായത് സ്റ്റാർട്ട് വിത്ത് എ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലേ. നമുക്കൊരു കോമ്പറ്റീറ്ററിനെ നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു കോമ്പറ്റീറ്ററെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന മറ്റൊരു ആളെ നമുക്ക് അല്ലെങ്കിൽ മറ്റൊരു ഫേം നമുക്ക് ആ വെബ്സൈറ്റിൻ്റെ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ URL ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു റിസൾട്ട് നമുക്കിവിടെ കാണിച്ചു തരും. സോ ഇങ്ങനെയും നമുക്ക് കീവേഡുകൾ ഫൈൻഡ് ചെയ്യാം.